സെക്കൻഡ് ഇയർ എക്കണോമിക്സ് മാക്രോ എക്കണോമിക്സ് അതിൽ 5th ചാപ്റ്റർ ഗവൺമെൻറ് ബജറ്റ് ആൻഡ് എക്കോണമി അതിലെ നോട്ട് തരാണ്. അതിൽ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരിക, വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് ഗവൺമെൻറ് ബജറ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗവൺമെൻറ് ബജറ്റ്. ദി ഗവൺമെൻറ് ബജറ്റ് ഹാസ് ടു perform 3 economic functions. They are, one, allocation function. It refers to supply of public goods to the people. Roads, parks, street lights, public administration, defense, etc. to be used by all are called public goods. Screenshot എടുക്കാം. ഇനി ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ, സെക്കൻഡ് വൺ ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ. ഇറ്റ് റെഫേഴ്സ് ടു ദി ആക്ടിവിറ്റീസ് ഓഫ് ഗവൺമെൻറ് ടു റെഡ്യൂസ് ഇനീക്വാളിറ്റി ഇൻ ഇൻകം ആൻഡ് വെൽത്ത്. ദ ഗവൺമെൻറ് ഇമ്പോസസ് higher taxes from rich people and uses this revenue for the welfare of poor people. This function of the government is called distribution function. Screenshot എടുക്കാം. Then third one is stabilization function. It refers to the government measures to maintain price stability, economic stability, etc. During depression, the government increases public expenditure and increase AD. During inflation, the government reduces public expenditure to bring down AD and control price rise. The government uses monetary policy and fiscal policy to maintain stability. Screenshot എടുക്കാം. Stabilization function. Then next question, what are the components of government budget? ഇത് വിശദമായിട്ട് നമ്മൾ നോട്ട് തന്നാണ്, വിശദമായിട്ട് ചാർട്ടൊക്കെ തന്നാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ നോട്ടിൽ ഉൾപ്പെടുത്താം. ഇങ്ങനെ വലിയൊരു ചാർട്ടൊക്കെ നമുക്ക് തയ്യാറാക്കാം. ഞാൻ നേരത്തെ തന്നതാണ്, വേറൊരു വീഡിയോയിൽ തന്നതാണ്. ഇതുപോലെ വിശദമായ ചാർട്ട് തയ്യാറാക്കാം. ഇനി അടുത്തത് ഗവൺമെൻറ് കമ്മിയാണ്, മെഷേഴ്സ് ഗവൺമെൻറ് ബജറ്റ് കമ്മീനെ പറ്റിയാണ്. Budgets are classified into deficit budget, balance budget and surplus budget. ബജറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ഇതൊക്കെ നോട്ട് തന്നാണ്, ഇതെല്ലാം നോട്ട് തന്നു കഴിഞ്ഞാണ്. ഇനി അടുത്തത് ഫിസ്ക്കൽ പോളിസിയാണ്. ഇത് പ്രത്യേകമായിട്ട് നോട്ട് തന്നില്ല, ശ്രദ്ധിക്കാം. ദ പോളിസി ഓഫ് ദ ഗവൺമെൻറ് റിഗാർഡിംഗ് പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക് റവന്യൂ ആൻഡ് ബോറോയിങ്, പബ്ലിക് ബോറോയിങ് ഈസ് കോൾഡ് ഫിസ്ക്കൽ പോളിസി. ഗവൺമെൻറ്റിൻ്റെ വരുമാനം, ചെലവുകൾ, നികുതി ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട നയങ്ങളെയാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് വരുന്ന സമയത്ത് നമ്മളെ സമ്പദ് വ്യവസ്ഥയിൽ ഇക്വിലിബ്രിയത്തിൽ മാറ്റം വരും. അതെന്താണെന്ന് നോക്കാം. ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം ഇൻ ദ 3 sector എക്കോണമി. ഗവൺമെൻറ് വരുമ്പം 3 sector എക്കോണമി എന്ന് പറയുക. ഇൻ കേസ് ഓഫ് ലംസം ടാക്സസ്, ഒരു ലംസം ടാക്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിര നികുതി എന്നാണ്. ഗവൺമെൻറ് ഒരു നിശ്ചിത നികുതി എല്ലാവരും പിരിക്കുക എന്നാണ്. ഫോർ എക്സാമ്പിൾ 1000 രൂപ വെച്ചിട്ട് എല്ലാവരും പിരിക്കുക, അതാണ് ലംസം ടാക്സ് എന്ന് പറയുന്നത്, നിശ്ചിത നികുതി. അണ്ടർ 3 sector എക്കോണമി, AD consists of consumption demand, investment demand and government demand. സമവാക്യ രൂപത്തിൽ എഴുതാണ്. ദാറ്റ് ഈസ് AD is equal to C plus I plus G. AD കൺസംഷൻ ഡിമാൻഡ് ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് ഉണ്ട്, ഗവൺമെൻറ് ഡിമാൻഡ് ഉണ്ട്. 3 sector മോഡൽ ഗവൺമെൻറ് വരുന്ന സമയത്ത് അതിൽ ഓരോന്നിൻ്റെ വിശദീകരണം. കൺസംഷൻ ഡിമാൻഡ് അതിൽ ചെറിയ വ്യത്യാസം വരും. ഗവൺമെൻറ് വരുമ്പം കൺസംഷനിൽ വരുന്ന വ്യത്യാസം നോക്കാം. കൺസംഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ഡിസ്പോസബിൾ ഇൻകം, YD. നേരത്തെ ഇൻകം എന്ന് മാത്രമാണ് പറഞ്ഞത്, ഇവിടെ നമുക്ക് എന്താണ് ഡിസ്പോസബിൾ ഇൻകം എന്നാണ്. ഡിസ്പോസിബിൾ ഇൻകം എന്താണെന്ന് നോക്കൂ. വരുമാനത്തിൽ നിന്ന് ടാക്സ് കുറയ്ക്കണം. ഗവൺമെൻറ് വരുന്ന സമയത്ത് ടാക്സ് ഉണ്ട്, ഗവൺമെൻറ് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ട്രാൻസ്ഫർ, അതാണ് TR എന്ന് പറയുന്നത്. അപ്പോൾ YD is equal to Y minus T plus TR. അതാണ് ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത്. വരുമാനത്തിൽ നിന്ന് ടാക്സ് കുറച്ച് സഹായം കിട്ടുന്നത് കൂട്ടിയാൽ കിട്ടുന്നതാണ് വിനിയോഗിക വരുമാനം. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് കൺസംഷൻ ഫംഗ്ഷൻ ക്യാൻ ബി C is equal to function of YD now. YD. We have C is equal to C bar plus CYD.
ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറഞ്ഞാൽ വൈ ഡി ഈസ് ഈക്വൽ ടു വൈ മൈനസ് ടി പ്ലസ് ടി ആർ. അപ്പോൾ അതുകൊണ്ട് കൺസംഷൻ ഫംഗ്ഷൻ ഇങ്ങനെ മാറും, സി ഈസ് ഈക്വൽ ടു സി ബാർ പ്ലസ് സി ഇൻറ്റു വൈ മൈനസ് ടി പ്ലസ് ടി ആർ അങ്ങനെ മാറും. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ഥിരമാണെന്നാണ് സങ്കല്പിക്കുന്നത്. വി അസ്യൂം ദാറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഫിക്സ്ഡ്, ദർഫോർ ഐ ഈസ് ഈക്വൽ ടു ഐ ബാർ. ഐ ഈസ് ഈക്വൽ ടു ഐ ബാർ എന്നാണ്. ഈ ഗവൺമെൻറ് ഡിമാൻഡ് ജി എന്നാണ് പേര് കൊടുക്കുക, ജി ബാർ. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, ഗവൺമെൻറ് ഡിമാൻഡ്, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ അതും സ്ഥിരമാണെന്നാണ് സങ്കല്പിക്കുന്നത്. ഗവൺമെൻറ് ജി ആൾസോ ഫിക്സ്ഡ്, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ആൾസോ ഫിക്സ്ഡ്, ദാറ്റ് ഈസ് ജി ഈസ് ഈക്വൽ ടു ജി ബാർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ ഡി ഈസ് ഈക്വൽ ടു സി പ്ലസ് ഐ പ്ലസ് ജി, എ ഡി ഈസ് ഈക്വൽ ടു സി ബാർ പ്ലസ് സി ഇൻറ്റു വൈ മൈനസ് ടി പ്ലസ് ടി ആർ ബാർ പ്ലസ് ഐ ബാർ പ്ലസ് ജി ബാർ. അപ്പോൾ എ ഡി കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യും. ഇവിടെ ഗവൺമെൻറ് വരുന്ന സമയത്ത് എ ഡിയിൽ വരുന്ന മാറ്റമാണിത്. എ ഡി ഈസ് ഈക്വൽ ടു സി ബാർ പ്ലസ് സി ഇൻറ്റു വൈ മൈനസ് ടി പ്ലസ് ടി ആർ ബാർ പ്ലസ് ഐ പ്ലസ് ജി. ദ ഇൻകം ഡിറ്റർമിനേഷൻ കണ്ടീഷൻ ഈസ് y is equal to AD. The income determination condition y is equal to AD. That means AS equal to AD എന്നാണ് income determination condition. That is y is equal to AD ൻ്റെ സമവാക്യം. y is equal to AD ൻ്റെ സമവാക്യമാണ് y is equal to c bar plus c into y minus t plus tr bar plus i bar plus g bar. അപ്പോൾ അങ്ങനെ സമവാക്യം മാറും. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയം, സോൾവിങ് ഫോർ ദി ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം, വി ഗെറ്റ് y star equal to 1 by 1 minus c into a bar. a ബാറിൽ ഇതെല്ലാം പെടും. c bar plus c bar minus ct plus c into tr bar plus i bar plus g bar. ഇത്രയും വരും എ ഡിൻ്റെ സമവാക്യം ഇക്വിലിബ്രിയം. ഇനി അത് ഏറ്റവും സിമ്പിളായിട്ട് എഴുതുകയാണെങ്കിൽ y star is equal to a bar divided by 1 minus c. ഇങ്ങനെ എഴുതാം, ഏറ്റവും സിമ്പിൾ ഫോർമാണ്. ഈ ചേഞ്ചസ് ഇൻ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ നമ്മൾ പറഞ്ഞു, ആ സമയത്ത് എ ഡി അപ്വേർഡ് ഷിഫ്റ്റ് ചെയ്യുന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. ഈ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ എന്നുള്ളൊരു ആശയം ഇതാണ്. ഡെൽറ്റ ബൈ ഡെൽറ്റ ജി, വരുമാനത്തിലെ മാറ്റവും ഗവൺമെൻറ് ചെലവിലെ മാറ്റവും തന്നെ അനുപാതമാണ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. അതിൻ്റെ സമവാക്യം ഇതാണ്, 1 by 1 minus c എന്നാണ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഇൻകം ടു ചേഞ്ച് ഇൻ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. ദറ്റ് ഈസ് ഡെൽറ്റ ജി ഇൻറ്റു 1 by 1 minus c is equal to ഡെൽറ്റ വൈ. ഇപ്പം ഇതാണ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ഇതാണ്. ഇനി അതിൽ നിന്ന് ചേഞ്ച് ഇൻ ഇൻകം ഡെൽറ്റ വൈ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഡെൽറ്റ വൈ ഈസ് ഈക്വൽ ടു മൾട്ടിപ്ലയർ ഇൻറ്റു ഡെൽറ്റ ജി, അല്ലെങ്കിൽ 1 by 1 minus c ഇൻറ്റു ഡെൽറ്റ ജി എന്ന് എഴുതാം. ഇനി ടാക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നമ്മൾ പറയുന്നുണ്ട്. ടാക്സ് കട്ട് ചെയ്യുകയാണെങ്കിൽ എ ഡി കൂടുന്നുണ്ടാവും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ കാര്യമാണ്. ഇനി ടാക്സ് മൾട്ടിപ്ലയർ എന്നൊരു ആശയം പഠിക്കാനുണ്ട്. ടാക്സ് മൾട്ടിപ്ലയർ, ലംസം ടാക്സ് മൾട്ടിപ്ലയർ ആണ് ആദ്യം. Tax multiplier is the ratio of change in income to change in taxes. ടാക്സ് മൾട്ടിപ്ലയർ നെഗറ്റീവ് ആണ്, കാരണം ടാക്സ് ചുമത്തിയാൽ ഇൻകം കുറയും. അതുകൊണ്ടാണ് ടാക്സ് മൾട്ടിപ്ലയർ നെഗറ്റീവ്. ഇതിൻ്റെ സമവാക്യം ഇതാണ്, ഡെൽറ്റ ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു മൈനസ് സി ഡിവൈഡ് ബൈ 1 minus c ആണ് ടാക്സ് മൾട്ടിപ്ലയറിൻ്റെ സമവാക്യം ഇതാണ്. ഇനി ഇതിൽ നിന്ന് ഡെൽറ്റ വൈ കണ്ടുപിടിക്കണമെങ്കിൽ മൈനസ് സി ഡിവൈഡ് ബൈ 1 minus c ഇൻറ്റു ഡെൽറ്റ ടി. ടാക്സ് മൾട്ടിപ്ലയർ ഇഫക്റ്റ് ഓൺ ഇൻകം കണ്ടുപിടിക്കണമെങ്കിൽ ഈ സൂത്രവാക്യമാണ് ഉപയോഗിക്കുന്നത്. ഇനി ബാലൻസ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ എന്നുള്ളൊരു സമവാക്യമുണ്ട്. ടാക്സ് മൾട്ടിപ്ലയറും ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയറും കൂട്ടിയാൽ ഒന്ന് കിട്ടുകയാണെങ്കിൽ അതിനാണ് ബാലൻസ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. BBM എന്നാണ് കൊടുത്തിരിക്കുന്നത്. ബാലൻസ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ ഈസ് ദ സം ഓഫ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ആൻഡ് ടാക്സ് മൾട്ടിപ്ലയർ, TM. ദാറ്റ് ഈസ് BBM, ബാലൻസ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ. നിങ്ങൾ ഫുള്ളായിട്ട് എഴുതുക. GM plus TM, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ പ്ലസ് ടാക്സ് മൾട്ടിപ്ലയർ ഈസ് ഈക്വൽ ടു സമവാക്യ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ ഡെൽറ്റ ബൈ ഡെൽറ്റ ജി പ്ലസ് ഡെൽറ്റ ബൈ ഡെൽറ്റ ടി. രണ്ടും കൂടി കൂട്ടിയാൽ ഒന്ന് കിട്ടുമെന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് 1 by 1 minus c പ്ലസ് മൈനസ് സി ഡിവൈഡ് ബൈ 1 minus c. അതൊന്നുകൂടിയും ബ്രീഫായിട്ട് ചെയ്താൽ മാത്തമെറ്റിക്സ് സോൾവ് ചെയ്യുകയാണെങ്കിൽ 1 minus c ഡിവൈഡ് ബൈ 1 minus c 1 കിട്ടും, ഈസ് ഈക്വൽ ടു 1. നമുക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം. ഇനി ബാലൻസ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ ഈസ് ഈക്വൽ ടു 1 implies that 100 increase in government expenditure financed by 100 increase in tax increase in income equal to 100. എന്ന് പറഞ്ഞാൽ 100 രൂപ ടാക്സ് പിരിച്ച് 100 രൂപ ചിലവഴിച്ചാൽ വരുമാനത്തിൽ ഉണ്ടാകുന്ന വർധനവ് 100 രൂപ തന്നെയായിരിക്കും. അതാണ് ബാലൻസ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ 1 എന്ന് പറയുന്നത്. ഇനി ട്രാൻസ്ഫർ പേയ്മെൻറ്റ് മൾട്ടിപ്ലയർ ആണ്. ട്രാൻസ്ഫർ പേയ്മെൻറ്റ് വരുമാനം കൂട്ടുന്നതാണ്, ജനങ്ങളുടെ AD കൂട്ടും. ട്രാൻസ്ഫർ പേയ്മെൻറ്റ് ഗവൺമെൻറ് കൊടുക്കുകയാണെങ്കിൽ AD വർദ്ധിക്കും. ട്രാൻസ്ഫർ പേയ്മെൻറ്റ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ
ഇൻകം ടു ചേഞ്ച് ഇൻ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്. ട്രാൻസ്ഫർ പേയ്മെൻറ്റിലെ ചേഞ്ചും ഇൻകത്തിലെ ചേഞ്ചും തമ്മിലുള്ള അനുപാതം ഡെൽറ്റ ബൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ആർ ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ 1 മൈനസ് സി. ഇവിടെ പോസിറ്റീവാണ്, ട്രാൻസ്ഫർ മൾട്ടിപ്ലയർ പോസിറ്റീവാണ്. ട്രാൻസ്ഫർ മൾട്ടിപ്ലയർ ഈസ് ലെസ് ദാൻ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ബിക്കോസ് എ പാർട്ട് ഓഫ് ദ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് ബിക്കം സേവിങ്സ്. പൊതുവെ പറയപ്പെടുന്നത് ട്രാൻസ്ഫർ മൾട്ടിപ്ലയർ ഈസ് ലെസ് ദാൻ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ കിട്ടുന്ന അത് കുറച്ച് സമ്പാദ്യമായിട്ട് പോകും. ഇനി ഗവൺമെൻറ് ചിലവഴിക്കുകയാണെങ്കിൽ എന്താണ്, അത് നേരിട്ട് എ ഡി വർദ്ധിപ്പിക്കും. അതാണ് കാരണം. ഇനി അടുത്തത് പ്രൊപ്പോർഷണൽ ടാക്സ് മൾട്ടിപ്ലയറാണ്. ഗവൺമെൻറ് വരുമാനത്തിന് ആനുപാതിക നികുതി എന്നാണ് പ്രൊപ്പോർഷണൽ ടാക്സ് എന്ന് പറയുന്നത്. പ്രൊപ്പോർഷണൽ ടാക്സ് ആൻഡ് കൺസംഷൻ ഫംഗ്ഷൻ. ഈ ഗവൺമെൻറ് വരുമാനത്തിനനുസരിച്ചാണ്, വരുമാനം കൂടുമ്പോൾ നികുതി കൂടും, അല്ലെങ്കിൽ വരുമാനത്തിനനുസരിച്ച് നികുതി പിരിക്കുകയാണെങ്കിൽ പ്രൊപ്പോർഷണൽ ടാക്സ് എന്ന് പറയാം. പ്രൊപ്പോർഷണൽ ടാക്സ് ഈസ് ദി ടാക്സ് ദാറ്റ് ചേഞ്ചസ് വിത്ത് ഇൻകം. വരുമാനം കൂടുന്നതിനനുസരിച്ച് ടാക്സ് വർദ്ധിക്കുകയാണെങ്കിൽ, അല്ലെ വരുമാനത്തിനനുസരിച്ച് നികുതി എന്നുള്ളതാണ് പ്രൊപ്പോർഷണൽ ടാക്സ് എന്ന് പറയുന്നത്. അപ്പം ടാക്സ് ആ സമയത്ത് ടാക്സ് ടി വൈ എന്നാണ് പറയും. വരുമാനത്തിനനുസരിച്ച് ടാക്സ് എന്നാണ് ടി വൈ. സി ഈക്വൽ ടു സി ബാർ പ്ലസ് സി ഇൻറ്റു വൈ മൈനസ് ടി വൈ പ്ലസ് ടി ആർ ബാർ. ഇങ്ങനെ മാറും സമവാക്യം, കൺസംഷൻ സമവാക്യം ഇങ്ങനെ മാറും. സി ഈക്വൽ ടു സോൾവ് ചെയ്യുകയാണെങ്കിൽ സി ഈക്വൽ ടു സി ബാർ പ്ലസ് സി ഇൻറ്റു 1 മൈനസ് ടി വൈ പ്ലസ് സി ഇൻറ്റു ടി ആർ ബാർ എന്ന് മാറ്റി എഴുതാം. എ ഡി ഈക്വൽ ടു സി ബാർ പ്ലസ് സി ഇൻറ്റു ടി ആർ ബാർ പ്ലസ് സി ഇൻറ്റു 1 മൈനസ് ടി വൈ പ്ലസ് ഐ ബാർ പ്ലസ് ജി ബാർ is equal to a bar plus c into 1 minus t y. at equilibrium y is equal to ad. equilibrium ആകുന്ന സമയത്ത് a s ad തുല്യമാണ്. that means y is equal to a bar plus c into 1 minus t y. ഇനി a bar is equal to, ഇവിടെ a bar ഏതൊക്കെ പെടും നോക്കൂ. c bar plus c into t r bar plus i bar g bar. solving for the equilibrium കണ്ടുപിടിക്കാൻ സന്തുലിതാവസ്ഥ y star is equal to 1 by 1 minus c into 1 minus t into a bar. അതാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓർ a bar divided by 1 minus c into 1 minus t. അതാണ് ഇക്വിലിബ്രിയം കണ്ടുപിടിക്കാനുള്ള സമവാക്യം. ഈ പ്രൊപ്പോർഷണൽ ടാക്സ് മൾട്ടിപ്ലയർ ആണ് ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ഇൻ ദി കേസ് ഓഫ് പ്രൊപ്പോർഷണൽ ടാക്സസ്. അപ്പം പ്രൊപ്പോർഷണൽ ടാക്സ് മൾട്ടിപ്ലയർ എങ്ങനെയായിരിക്കും? ഡെൽറ്റ ബൈ ഡെൽറ്റ എ ബാർ ഇസ് ഈക്വൽ ടു 1 by 1 minus c into 1 minus t. ഇനി ഇവിടെ ഇംഗത്തിൽ ചേഞ്ച് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു 1 by 1 minus c into 1 minus t into a bar, ഡെൽറ്റ എ ബാർ. ഇനി പ്രൊപ്പോർഷണൽ ടാക്സ് കുറയുകയാണെങ്കിൽ എ ഡി കർവ് അപ്വേർഡ് സ്വിങ് ചെയ്യും, ഇൻകം വർദ്ധിക്കും. ഇതാണ് പ്രൊപ്പോർഷണൽ ടാക്സിൻ്റെ എഫക്റ്റ് ഇൻകത്തിൽ. പ്രൊപ്പോർഷണൽ ടാക്സ് കുറയ്ക്കുകയാണെങ്കിൽ a decrease in proportional taxes results in increase in MBC and AD curve will swing upward. ഇവിടെ എന്താണെന്ന് വെച്ചാൽ പ്രൊപ്പോർഷണൽ ടാക്സ് ഇൻകം കൂടുമ്പോൾ ടാക്സും കൂടും എന്നുള്ളതാണ്. ഇൻകം കൂടുമ്പം പ്രൊപ്പോർഷണലി ടാക്സും കൂടും. ഇനി പ്രൊപ്പോർഷണൽ ടാക്സ് ഇൻകം കുറയുകയാണെങ്കിൽ ടാക്സും കുറയും. അപ്പോൾ AD curve അപ്വേർഡ് സ്വിങ് ചെയ്യും. A decrease in proportional taxes result in increase in MBC and AD curve will swing upward. അപ്പോൾ ഇൻകം വർദ്ധിക്കുന്നത് ഈ ഡയഗ്രത്തിൽ കാണാം. ഇനി ഇത് ഒരു എക്സാമ്പിൾ നിങ്ങളിങ്ങനെ ചെയ്യാം. സി ബാർ ഈസ് ഈക്വൽ ടു 20, MB ഈസ് ഈക്വൽ ടു 0.8, T ഈസ് ഈക്വൽ ടു 0.1, TR ഈസ് ഈക്വൽ ടു 5, I bar ഈസ് ഈക്വൽ ടു 20. ഫൈൻഡ് ഇക്വിലിബ്രിയം ഇൻകം when what happens when t reduces to 0.1 to 0.08. what happens to equilibrium? അപ്പം ടാക്സ് റേറ്റ് കുറയുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ടാക്സ് 0.1 എന്നുള്ള രൂപത്തിൽ കാണുന്നു. അപ്പോൾ അത് ഇക്വിലിബ്രിയം നമുക്ക് ഇങ്ങനെ ചെയ്യാം. 20 plus 0.8 into 5 plus 20 plus 10 all divided by 1 minus 0.8 into 1 minus 0.1. ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ മുകളിൽ കൂട്ടിയാൽ 50 +4 എന്ന് കിട്ടും. ഓൾ ഡിവൈഡ് ബൈ 1 minus 0.8 into 0.9.
0.8നെ 0.9 കൊണ്ട് ഗുണിച്ചാൽ 0.72 കിട്ടും. അപ്പോൾ 54 ഹരിക്കണം 1 മൈനസ് 0.72 എന്ന് കിട്ടും. അപ്പോൾ 54 ഹരിക്കണം 0.28 എന്ന് കിട്ടും. അപ്പം 192.86 ഇക്വിലിബ്രിയം ഇൻകം. സ്ക്രീൻഷോട്ട് എടുക്കാം. ഇനി ടാക്സ് റേറ്റ് കുറയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം. ടി ഈക്വൽ ടു 0.08, വൈ സ്റ്റാർ ഈക്വൽ ടു 54 ഹരിക്കണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 20 ചെയ്യാം. 54 ഹരിക്കണം 1 മൈനസ് 0.8 ഇൻറ്റു 1 മൈനസ് 0.92, 54 ഹരിക്കണം 1 മൈനസ് 0.736 അങ്ങനെ കിട്ടും. അത് ഹരിച്ചാൽ 54 ഹരിക്കണം 0.264 കിട്ടും. അപ്പോൾ 204.55. അപ്പോൾ ഇവിടെ ടാക്സ് റേറ്റ് കുറഞ്ഞപ്പോൾ 0.08 എന്ന് വെച്ചാൽ 0.1നേക്കാൾ കുറവാണ്. കുറഞ്ഞപ്പോൾ ഇക്വിലിബ്രിയം ഇൻകം കുറഞ്ഞതായി കാണാം. When tax decreases from tax rate 0.1 to 0.08, equilibrium income increases from 192.9 to 204.55. അപ്പോൾ ടാക്സ് റേറ്റ് കുറഞ്ഞാൽ ഇൻകം കൂടുമെന്ന് കാണിക്കുന്നതാണ് ഇത്. ഇനി ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ എന്നുള്ളൊരു ആശയമാണ്. ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ നമ്മൾ ഒരു വീഡിയോ പറഞ്ഞതാണ്. എന്താണെന്ന് നിങ്ങൾക്ക് എഴുതാം. ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ, ദ പോളിസീസ് ദാറ്റ് ഫങ്ഷൻസ് ഓട്ടോമാറ്റിക്കലി വിതൗട്ട് എനി കോൺഷ്യസ് ആക്ഷൻ in the economy is called automatic stabilizer. Proportional taxes transfer payments like unemployment allowance work automatically. It is also called non-discretionary fiscal policy. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നതാണ് പ്രൊപ്പോർഷണൽ ടാക്സും അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസൊക്കെ. പ്രൊപ്പോർഷണൽ ടാക്സ് എന്ന് പറഞ്ഞാൽ വരുമാനം കൂടുന്നതിനനുസരിച്ച് ടാക്സും കൂടും. ആ പേടി അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി കുറയപ്പെടും. ഇനി ഡിസ്ക്രിഷണറി ഫിസ്ക്കൽ പോളിസിയാണ്. ഇതും വീഡിയോയിൽ പറഞ്ഞ കാര്യം നമ്മൾ ഗവൺമെൻറ് ബോധപൂർവം ചെയ്യുന്ന നടപടികളാണ്. ഡിസ്ക്രിഷണറി ഫിസ്ക്കൽ പോളിസി, ദ ഡെലിബറേറ്റ് ആക്ഷൻ ഇൻ ഫിസ്ക്കൽ പോളിസി ടേക്കൺ ബൈ ഗവൺമെൻറ് ടു സ്റ്റെബിലൈസ് എക്കോണമി ഈസ് കോൾഡ് ഡിസ്ക്രിഷണറി ഫിസ്ക്കൽ പോളിസി. ഡെൽറ്റ ജി ഡെൽറ്റ ഐ, ഗവൺമെൻറ് ചെലവിലെ മാറ്റം, ഇൻവെസ്റ്റ്മെൻറ്റിലെ മാറ്റം, ഇതൊക്കെ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ പബ്ലിക് ഡെപ്റ്റ്, ഇതൊക്കെയാണ് ഇതിലെ നടപടികൾ. എക്സാമ്പിൾസ്. ഇതിലൊക്കെ മാറ്റം വരുത്തുക, ഗവൺമെൻറ് ചെലവിൽ മാറ്റം വരുത്തുക, ഇൻവെസ്റ്റ്മെൻറ്റിൽ മാറ്റം വരുത്തുക, ഡെപ്റ്റ് മാറ്റം വരുത്തുക, ഇതൊക്കെയാണ് ഡിസ്ക്രിഷണറി ഫിസ്ക്കൽ പോളിസി, ഗവൺമെൻറ് ബോധപൂർവം ചെയ്യുന്ന ഫിസ്ക്കൽ പോളിസി. അടുത്ത ഡെപ്റ്റ് എന്നുള്ള ആശയമാണ്. ഡെപ്റ്റ്, ദ ഗവൺമെൻറ് ഫിനാൻസസ് ബജറ്റ് ഡെഫിസിറ്റ് ത്രൂ ടാക്സേഷൻ, ബോറോയിങ്, പ്രിൻറ്റിങ് കറൻസി. ഗവൺമെൻറ് ബജറ്റ് കമ്മി നികത്തുന്നത് ഒന്ന് ടാക്സ് ചുമത്തിയാണ്, പിന്നെ കടമെടുക്കുന്നു, പിന്നെ പ്രിൻറ്റിങ് കറൻസി പ്രിൻറ്റ് ചെയ്യുന്നു. ബോറോയിങ് ലീഡ്സ് ടു ഡെപ്റ്റ്, കടമെടുക്കുമ്പോൾ അത് ഡെപ്റ്റിലേക്ക് നയിക്കുന്നു. ബോറോയിങ് ലീഡ്സ് ടു ഡെപ്റ്റ്. വെൻ ബോറോയിങ് ഇൻക്രീസസ് ഡെപ്റ്റ് അക്യുമുലേറ്റ്സ്, ബോറോയിങ് വർദ്ധിക്കുന്നതനുസരിച്ച് ഡെപ്റ്റ് കൂടി വരും. ഇറ്റ് ഇമ്പോസസ് ഇൻട്രസ്റ്റ് ബേർഡൻ ടു ഫ്യൂച്ചർ ജനറേഷൻസ്. ഈ കടം വർദ്ധിക്കുമ്പോൾ അത് ഫ്യൂച്ചർ ജനറേഷനെയാണ് ബാധിക്കുക, കാരണം അത് തിരിച്ചടക്കേണ്ടത് ഫ്യൂച്ചർ ജനറേഷനാണ്. ദർ ആർ ടു പ്രോമിനൻറ്റ് പെർസ്പെക്റ്റീവ്സ് ഓൺ ഡെപ്റ്റ്. കടത്തിനെ പറ്റി രണ്ട് വീക്ഷണഗതികളുണ്ട്. അതിലൊന്ന്, വെദർ ഗവൺമെൻറ് ഡെപ്റ്റ് ഈസ് എ ബേർഡൻ, ഗവൺമെൻറ് ഡെപ്റ്റ് ഒരു ഭാരമാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ദെൻ സെക്കൻഡ് വൺ, ഇഷ്യൂ ഓഫ് ഫിനാൻസിങ് ഡെഫിസിറ്റ്, കമ്മി എങ്ങനെയൊക്കെ നികത്താം എന്നുള്ളതാണ്. സ്ക്രീൻഷോട്ട് എടുക്കാം. ഇനി റിക്കാർഡിയൻ ഇക്വലൻസ് എന്നുള്ളൊരു ആശയമാണ്. റിക്കാർഡിയൻ ഇക്വലൻസ്, അക്കോർഡിംഗ് ടു ഡേവിഡ് റിക്കാർഡോ, ടാക്സേഷൻ ആൻഡ് ബോറോയിങ് ആർ ഈക്വൽ as far as financing the deficit is concerned. ടാക്സ് ചുമത്തുന്നതും according to Ricardo, taxation and borrowing are equal as far as financing deficit is concerned. ടാക്സ് ചുമത്തുന്നതും കടമെടുക്കുന്നതും തുല്യമാണെന്നാണ് റിക്കാർഡോ പറയുന്നത്. ഇത് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. When government borrows huge amounts from financial system, the private sector will experience shortage of funds for investment, so they will get crowded out of financial system markets. It is called crowding out. ഇപ്പോൾ ഗവൺമെൻറ് കൂടുതൽ കടം എടുക്കുകയാണെങ്കിൽ അത് സ്വകാര്യ മേഖലയ്ക്കുള്ള ഫണ്ട് ലഭിക്കുന്നത് കുറയും.
അപ്പോൾ ഷോർട്ടേജ് ഓഫ് ഫണ്ട്, സ്വകാര്യ മേഖലയിൽ ഫണ്ട് ഉണ്ടാവില്ല, അപ്പോൾ അവർ ഔട്ടായി പോകും. അതിനാണ് ക്രൗഡിങ് ഔട്ട് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ സിസ്റ്റം ഈ പ്രൈവറ്റ് സെക്ടർ ഔട്ടായി പോകുന്നതിനാണ് ക്രൗഡിങ് ഔട്ട് എന്ന് പറയുന്നത്. ബഡ്ജറ്റ് ഡെഫിസിറ്റ് ലീഡ്സ് ടു ഇൻഫ്ലേഷൻ. വെൻ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ്, AD ഇൻക്രീസസ് with a given output leads to inflation. അപ്പം ഗവൺമെൻറ് ചിലവ് വർദ്ധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കമ്മി കൂടുകയാണെങ്കിൽ അത് ഇൻഫ്ലേഷനിലേക്ക് നയിക്കും എന്നുള്ളത് ഒരു ആശയമാണ്. AD വർദ്ധിക്കും, ഗവൺമെൻറ് ചിലവ് കൂടുന്നതിനനുസരിച്ച് AD വർദ്ധിക്കും, അത് വിലക്കയറ്റത്തിലേക്ക് നയിക്കുന്നുള്ളൊരു ആശയമാണ്. ഇനി ഡെഫിസിറ്റ് റിഡക്ഷൻ, കമ്മി എങ്ങനെ കുറയ്ക്കാം, ഇങ്ങനെയൊക്കെ കുറയ്ക്കാം എന്നുള്ളതാണ് ഡെഫിസിറ്റ് റിഡക്ഷൻ. ബജറ്റ് കമ്മി കുറയ്ക്കുക. The government deficit can be reduced by an increase in taxes or reduction in public expenditure. ടാക്സ് കൂട്ടിക്കൊണ്ട് കമ്മി കുറയ്ക്കാം, അല്ലെങ്കിൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ കുറയ്ക്കാം. In India, the deficit reduction by the following ways. ഡെഫിസിറ്റ് ഇന്ത്യയിൽ കുറയ്ക്കുന്നത് എങ്ങനെയൊക്കെയാണെന്നാണ്. ഒന്ന്, കട്ടിംഗ് ഡൗൺ വേസ്റ്റ്ഫുൾ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, അനാവശ്യ ഗവൺമെൻറ് ചെലവുകൾ കുറയ്ക്കുക. 2, സെല്ലിംഗ് ഷെയർസ് ഓഫ് PSUs, പബ്ലിക് സെക്ടർ യൂണിറ്റ്സ്, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഷെയറുകൾ വിൽക്കുക. ഈ മേക്കിംഗ് ടാക്സ് കളക്ഷൻ മോർ എഫിഷ്യൻറ്റ്, എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ്. ടാക്സ് കളക്ഷൻ നല്ല ഊർജിതമാക്കുക, എഫിഷ്യൻ്റ് ആക്കുക. സ്ക്രീൻഷോട്ട് എടുക്കാം. ഇത്രയാണ് ബജറ്റ് ആൻഡ് ദ എക്കോണമി എന്നുള്ള 5th ചാപ്റ്ററിലെ നോട്ടാണ് ഇത്രയും. നിങ്ങൾക്കത് നോട്ട് എഴുതിയെടുക്കാം.